ടാറ്റ ക്യാപിറ്റലിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ടാറ്റ ക്യാപിറ്റലിനെ സംബന്ധിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അധിക നാളായിട്ടില്ല. സോ ചാർട്ട് വൈസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഇൻഫോർമേഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓഹരി കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ഡിസംബർ 22 അതിനുശേഷമുള്ള ട്രേഡ് സെഷനൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ മാസീവായിട്ടൊരു ബൈയിങ് ആണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ബുധനാഴ്ച മാത്രം പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കാൻ 355 രൂപ എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിട്ടുണ്ട്. ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു അപ്സൈഡ് മൊമെൻ്റ് നിലനിർത്തിയിട്ടുമുണ്ട്. സോ ടാറ്റ ക്യാപിറ്റൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് MBFCയിലെ ഒരു സെക്ടറിലെ കമ്പനി അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു കമ്പനി, നല്ലൊരു കമ്പനി ഈ സെക്ടറിന്റെ പെർഫോമൻസിൽ മാത്രം മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ റിവേഴ്സലായി വന്നിട്ടുള്ളത്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. ഇൻഫാക്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡൗൺ ട്രെൻഡ് പെർഫോമൻസ് ആയിരുന്നു ആൾറെഡി നമുക്കിതിന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 1-2 ട്രേഡിംഗ് റേസുകളിലൂടെ അത് തിരിച്ച് ഓവർകം ചെയ്തിട്ടുണ്ട്. അതിന്റെ മൂവ്മെന്റ്സ് വളരെ സ്പീഡായിരുന്നു. കാരണം അത് തീർച്ചയായിട്ടും നമ്മൾ MBFC സെക്ടറിലൊക്കെ വളരെയധികം പോസിറ്റീവ്, ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സ് ഒക്കെ നമ്മൾ പരിശോധിച്ചു, വളരെയധികം പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതിന് ഉൾപ്പെടുന്ന ഒരു കമ്പനി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതും പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു പോസിറ്റീവ് ബയാസിൽ തന്നെയാണ് ഈ സ്റ്റോക്സിനെ കാണുന്നത്. ബട്ട് ഇതിന്റെ റെസിഡൻസ് പോയിന്റ് ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 400 അടുത്തൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു പോസിറ്റീവ് ബയാസ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് പറയാം.